എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. സാധാരണ നമ്മൾ അപ്പമൊക്കെ തയ്യാറാക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യാറ്. പിന്നെ ദോശയിലാണ് നമ്മൾ ഊത്തപ്പം അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ചിലർ അപ്പത്തിൽ മുട്ടയൊക്കെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ കുറച്ച് മിൻസ്ഡ് മീറ്റിൻ്റെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് അപ്പത്തിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വന്നു. കഴിച്ചവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കരുതി നിങ്ങളോട് കൂടി ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാനിതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 8 മണിക്കൂർ പുളിക്കാനായിട്ട് വെച്ചിട്ടുള്ള അപ്പത്തിൻ്റെ മാവാണ്. ഇതിപ്പോൾ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഈസ്റ്റിന് പകരം ബേക്കിംഗ് സോഡയാണ് ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടും ഇതുണ്ടാക്കാവുന്നതാണ്. ഇതിപ്പം അടച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് മീറ്റ് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഞാൻ ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ മീറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്കിത് മാറ്റം വരുത്താവുന്നതാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൻസ്ഡ് മീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള മീറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ചിക്കൻ എടുക്കാം, ബീഫ് എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മിൻസ്ഡ് മീറ്റ് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ ചിക്കനൊക്കെ വേവിച്ചിട്ട് ചേർക്കുക. ഇതിലേക്ക് ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മിൻസ്ഡ് മീറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. മിൻസ്ഡ് മീറ്റ് എന്ന് വെച്ചാൽ മീറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും, മിൻസ്ഡ് മീറ്റ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചിക്കനൊക്കെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ചേർക്കുക, അല്ലെങ്കിൽ ചിക്കനൊക്കെ ഒന്ന് അരച്ചിട്ട് ചേർക്കുക. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മിൻസ്ഡ് മീറ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അപ്പം ചുട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണയൊക്കെ തടവി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 തവി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ ബബിൾസ് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. മാവ് കട്ടിയായി പോകുന്നതിന് മുന്നേ തന്നെ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള മസാല നിങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇറച്ചി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി കൊണ്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമുക്ക് വേണ്ട. ഒരെണ്ണം കൂടി ഞാനിങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ
പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.